ഹായ് ഹലോ. ഇന്നിപ്പോൾ പതിവ് പോലെ ഒരു ഈവനിങ് വ്ളോഗാണ്. രാത്രിത്തെ ഡിന്നർ സീൻസാണ് ഈ കാണുന്നതൊക്കെ. ഇന്നിപ്പോൾ ബീഫ് കഴിഞ്ഞ ദിവസം വെച്ചതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതപ്പോൾ കുക്കറിലോട്ടിട്ട് ഒരു കറിയാക്കാമെന്ന് കരുതി കൂട്ടത്തിൽ ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്ത് പെട്ടെന്നല്ലേ ലൈഫിൽ പല കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ആകുന്നത്. എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും ലൈഫിലെ ഓരോ സ്റ്റേജസും എത്ര പെട്ടെന്നാണ് ചേഞ്ച് ആകുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ കേൾക്കുമ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നും, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പണ്ടൊക്കെ എനിക്ക് ഈ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ, ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമായിരുന്നു അത് സത്യത്തിൽ. പക്ഷേ ഇപ്പോൾ അത് ആ ഒരു സ്മെല്ല് വരുമ്പം തന്നെ എന്തൊരു ഇറിറ്റേഷനാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്മെല്ലിന് ഇതാക്കുമ്പോൾ തന്നെ. അതുപോലെ വളരെ വളരെ കുഞ്ഞു എന്താ പറയുക, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിൽ ഒരു സ്റ്റേജിൽ നമ്മൾ എൻജോയ് ചെയ്ത് അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ഇറിറ്റേറ്റബിളാണ്, എത്രത്തോളം അസഹനീയമാണെന്ന് തോന്നിപ്പോകുന്നത്. അതങ്ങനെയാണല്ലേ എല്ലാവർക്കും. ലൈഫ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുമല്ലേ. ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് കോൺസ്റ്റൻ്റായിട്ട് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ. ഇതിപ്പോൾ പറയാനായിട്ട് പണ്ട് ഇടിയപ്പം ഞാൻ ഒരിക്കലും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചൊരു സാധനമേ ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഇടിയപ്പം ഉണ്ടാക്കാനാണെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മിക്കവാറും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇടിയപ്പം തന്നെയാണ്. ആ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യാറുമുണ്ട്. അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ തോന്നാറില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ ലൈഫ്.